ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ പൊട്ടും എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാൾ കുറയായി. പക്ഷെ ഇപ്പൊ പൊട്ടിയിരിക്കുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നു. ഇന്ന് 2:30 പുറത്ത് വിട്ടു. രഞ്ജിനി ഹർജി കൊടുത്തു പുറത്ത് വിടരുതെന്ന്. കാരണം അവർ പറയുന്ന വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ജസ്റ്റിസ് ഹേമയും KB വത്സലയും ശാരദ അടക്കമുള്ള നടിമാരടക്കം വരുമ്പോൾ അവർ എനിക്ക് തന്നൊരു ഉറപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന മൊഴി പുറത്തേക്ക് പോകില്ല എന്നാണ് പറഞ്ഞിരുന്നതെന്ന്. പക്ഷേ കോടതി ഇത് മുഖവിലേക്ക് എടുത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കത് അതിലൊരു ഭയങ്കര ഒരു വിരോധാഭാസം തോന്നുന്നുണ്ട്. പിന്നെ എന്തിനാണ് സാർ തോക്ക് തരാൻ വെടിവെക്കാൻ പാടില്ല, പിന്നെ തൂക്കിയിട്ടുകൊണ്ട് നടക്കാനാണോ തോക്കെന്ന് CD മൂസയിൽ പറയുന്നത് പോലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിച്ച്, അതും സ്ത്രീകളുടെ തൊഴിലിടത്തിലുള്ള പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലെ പറ്റി പഠിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വിടുന്നില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണ്ടേ? ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ടുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നപ്പോൾ അതിൽ എനിക്കുള്ള ഭീകരമായിട്ടുള്ള എതിർപ്പെന്ന് പറഞ്ഞാൽ, ഇതിൽ എല്ലാവരും പ്രമുഖരാണ്. പ്രമുഖനല്ലാത്ത ഒരുത്തം പോലും ഇതിനകത്തില്ല. എന്തൊരു ഭീരുത്വമാണെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിപ്പോകും. പ്രമുഖരായിട്ടുള്ള സംവിധായകർ, 3 സൂപ്പർ താരങ്ങൾ, 3 യുവ സൂപ്പർ താരങ്ങൾ, പ്രൊഡ്യൂസർമാർ, ഇവരെല്ലാമാണ് ഈ നടിമാരെ ആക്രമിക്കാനായിട്ട് ഇരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പോരാത്തതിന് ഈ റിപ്പോർട്ട് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത്രയും സമയമായിട്ട് പുറത്ത് വന്നിരിക്കുന്നത്. അല്ലാതെ കൂടുതലൊന്നും പുറത്ത് വന്നിട്ടില്ല. ആ ജനറൽ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ നിന്ന് അത് എഴുതാം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പോവും. കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വരുമായിരിക്കും. നാളെ മറ്റന്നാളെ എല്ലാം കൂടി 233 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ പ്രധാനമായിട്ടും പുറത്ത് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന ചിലതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതായത് തൊഴിലിടത്തിൽ പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ടുള്ള വേതനം വേണമെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുന്ന കാര്യമില്ല. കാരണം കഴിവിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നയൻതാരയെക്കാട്ടിലും ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇവിടെയുള്ള മോഹൻലാലും മമ്മൂട്ടിയൊന്നും. അവിടെ സ്ത്രീകൾക്കാണ് ശമ്പളം കൂടുതൽ. കഴിവും നമ്മുടെ ഇൻഡസ്ട്രിയുടെ ആ വലിപ്പം ഇതൊക്കെ വെച്ചിട്ടാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിൽ പറയുന്നത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറയുന്നത്, ഇതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നു. നേരത്തെ തന്നെ പല ആരോപണങ്ങളും വന്നിരുന്നു. പല സിനിമാ നടിമാരും സോഷ്യൽ മീഡിയയിലുള്ള പല ചാനലുകളും വന്നിരുന്നു തുറന്നു പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇത്തരത്തിലുള്ള നിർബന്ധങ്ങൾക്ക് വഴങ്ങിയിട്ടുണ്ട്. ചില നടിമാരത് വളരെ കാഷ്വലായിട്ട് വഴങ്ങിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു, അതവിടെ തീർന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പറയുന്നത് പുറത്ത് കാണുന്ന ഗ്ലാമർ അകത്ത് സിനിമയ്ക്കില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് ഒരു ബോംബാണെന്ന് പറഞ്ഞ് പുറത്ത് വിട്ടവർ ഇപ്പോൾ ഇതിനെ ചർച്ച ചെയ്യുന്നതെല്ലാം സ്വാഭാവികമായിട്ടുള്ള നമ്മൾ പണ്ട് മുതലേ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള വേതനം ഉറപ്പാക്കണം, ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. സിനിമ പുറത്ത് കാണുന്ന സിനിമയിൽ അകത്ത് കാണുന്നത് ശരിയാണ്, അത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പോരാത്ത സെറ്റിൽ മദ്യം പാടില്ല, പുകവലി പാടില്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. തൊഴിലിടത്തിൽ സ്ത്രീകളോട് മാന്യമായി പെരുമാറണം, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ശ്യാമിന് എന്താ തോന്നുന്നത്? ധനുഷ് പറഞ്ഞ പോലെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നിട്ട് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ റിപ്പോർട്ടിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത്, അതായത് 2018 മെയ് മുതൽ മെയിലാണ് ജസ്റ്റിസ് ഹേമയും KB വത്സലയും അതുപോലെ തന്നെ നടി ശാരദയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹേമ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചത്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു സർക്കാർ ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തത്. സർക്കാർ ഇതിനു വേണ്ടി ചിലവാക്കിയത് 1,05,00,000 രൂപ. ആ 5 ലക്ഷം രൂപ 1,05,00,000 രൂപ ചിലവാക്കി നടപ്പാക്കിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു, പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. 2019 ഡിസംബർ 31 1.5 വർഷങ്ങൾ, അതായത് 1.5 വർഷമാണ് ഇത് സംബന്ധിച്ചുള്ള പഠനം ജസ്റ്റിസ് ഹേമയും അവരുടെ കമ്മീഷൻ മറ്റംഗങ്ങളും കൂടി പഠനം നടത്തിയത്. അതിൻ്റെ ഇടയിൽ ഏതാണ്ട് ഈ മലയാളത്തിലെ ഇപ്പോഴത്തെ മുൻ നടിമാർ അടക്കമുള്ളവരുടെ സ്റ്റേറ്റ്മെന്റുകൾ അവർ എടുത്തു, സെറ്റുകൾ അവർ നേരിട്ട് സന്ദർശിച്ചു. ഇതെല്ലാം കണ്ടെത്തി അവർ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഈ റിപ്പോർട്ട്, ഈ 266 പേജ് വരുന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് കഴിഞ്ഞ രാജു വാഴക്കാലയാണ് ഇതിനുവേണ്ടി ഏറ്റവും അധികം പൊതുപ്രവർത്തകൻ, വിവരാവകാശ പ്രവർത്തകൻ, അദ്ദേഹമാണ് ഇതിനു വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഇവിടുത്തെ സ്വകാര്യത, നടന്മാരുടെ സ്വകാര്യത പുറത്താകും, അതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജസ്റ്റിസ് ഹേമ പലപ്പോഴും പറഞ്ഞൊരു കാര്യം, എൻ്റെ റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് എനിക്കൊരു യാതൊരു നിർബന്ധവുമില്ല, എൻ്റെ റിപ്പോർട്ട് പുറത്തു വിടുകയോ പുറത്തു വിടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് രണ്ടിനോടും എനിക്ക് പരാതിയില്ല. പക്ഷേ എൻ്റെ റിപ്പോർട്ട് സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഈ മലയാള സിനിമയിൽ വരുത്തുമെന്നാണ് ജസ്റ്റിസ് ഹേമ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കേട്ടിട്ടും ഉള്ളതാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. പുറത്ത് ധനുഷ് പറഞ്ഞ പോലെ പുറത്ത് കാണുന്ന ഗ്ലാമർ ഇല്ല, എവിടെയുണ്ട്? ആര് പറയുന്നു ഉണ്ടെന്ന്? കാണുന്നതൊന്നും വിശ്വസിക്കാനാകില്ല. സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുന്നത് കോഡുകളിൽ. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ നിർബന്ധിക്കുന്നു. വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കും. കോഡ് ഭാഷയാണ്.
അല്ല, കോഡ് ഭാഷയിൽ ഇത് നമ്മൾ പണ്ട് പോലെ, കാരണം നിങ്ങൾ സഹകരിക്കാൻ എന്താ കോർപ്പറേഷൻ റെഡിയാണോ അവർ ചോദിക്കുന്നുണ്ട്. ഇത് പല നടിമാരും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കമ്മീഷനാണ് പറയുന്നത് കോഡ് ഭാഷ. കോഡ് ഭാഷ കമ്മീഷൻ പറയാം, എന്തോ അത്ഭുതമായിട്ടുള്ള സംഭവം പോലെ. ഇതിനും അപ്പുറം ഞെട്ടിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടോ എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിലും അപ്പുറം ഇപ്പോൾ അവർ ഇതിൽ മറച്ചു വെച്ചിരിക്കുന്ന പുറത്തു വിടാതിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അല്ല, ഇതിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവണോ എന്നുണ്ടെങ്കിൽ എന്റെ കാഴ്ചപ്പാടിൽ ആ സംവിധായകരുടെയും ആ നടീ നടന്മാരുടെയും ആ പ്രൊഡ്യൂസർമാരുടെയും പേരുകൾ പുറത്തു വരണം. പ്രൊഡക്ഷൻ കൺട്രോളിംഗ് യൂണിറ്റ് വരെ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന പോലെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറച്ച് ഭാഗങ്ങൾ ഇവർ പുറത്തു വിടുന്നില്ലല്ലോ. അവർക്ക് കുറെ പാരഗ്രാഫുകൾ പുറത്തു വിടാൻ പറ്റില്ല. സെൻസർ ചെയ്ത റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ട് വായിച്ചു തോന്നുമ്പോൾ ഞാനും ധനുഷും കൂടെ ഒരു കെട്ട് പേപ്പർ മേടിച്ചുകൊണ്ട് ഇവിടുന്ന് കുത്തിയിരുന്ന് എഴുതി ഞങ്ങൾ എഴുതിയ ഇതിലും നല്ലൊരു റിപ്പോർട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇതിനേക്കാൾ മനോഹരമായി അവിടെ നടക്കുന്ന എന്ത് ഉടായ്പാണ് നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട്. ധനുഷ് സെറ്റുകളിൽ പോയിട്ടുണ്ടോ? സിനിമാ സെറ്റുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടുണ്ടോ? ഞാൻ പല ഡയറക്ടേഴ്സിനെയും കാണുന്നതിന് വേണ്ടി ഈ തിരക്കഥയുമായിട്ട് പോയി മണിക്കൂറുകളോളം ഈ സെറ്റുകളിൽ പോയി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പല സെറ്റുകളിലും പോയിട്ടുണ്ട്. അപ്പോൾ പല സെറ്റുകളിലും പോയി ഏകദേശം എൻ്റെ സിനിമയൊക്കെ ഏകദേശം ഒരു ഇതിൽ ആകുന്ന സമയത്താണ് നമ്മുടെ കഷ്ടകാലം എന്ന് പറയാൻ ആ സമയത്ത് തന്നെ ആ സിനിമയിലേക്ക് തീരുമാനിച്ചിരുന്ന ഒരു നടൻ ഒരു കേസിൽ പെടുകയും പിന്നീട് ആ കേസിന്റെ പിന്നാലെ അദ്ദേഹം പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ പറ്റിയില്ല. അപ്പോൾ പല സെറ്റുകളിലും പോയി പല രംഗങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ കടുത്ത വിവേചനമാണ് ധനുഷേ. കടുത്ത വിവേചനം എന്ന് പറയുന്നത് ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഇവർ പിന്നെ ആഹാരം കഴിക്കുന്നത് ഇരുന്നുകൊണ്ടല്ല നിന്നുകൊണ്ടാണ്. ഇവർ ഈ ക്യൂ നിന്ന് അവിടെ പോയി നമ്മുടെ ഈ അന്നദാനമൊക്കെ നടത്തുമ്പോൾ അന്നദാനം നടത്തുന്ന സ്ഥലത്ത് പോലും കസേര ഇട്ട് കൊടുക്കാറുണ്ട്. ഇവർ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം തിന്നാൻ, ഫുഡ് കഴിക്കാൻ. സ്വാഭാവികമായിട്ടും ജോലി തിരക്കിന്റെ അല്ലല്ലോ. ഇപ്പൊ ജോലി തിരക്കിന്റെ അതേസമയം ഒരു വലിയ സെറ്റ് ഇവർക്ക് രണ്ട് തരത്തിലുള്ള ഫുഡാണ് കൊടുക്കുന്നത്. 2 തരത്തിലുള്ള ഫുഡ്. കുറെ ആർട്ടിസ്റ്റുകൾക്ക് നല്ല ഫുഡ്, ബാക്കിയുള്ളവർക്ക് ഇത് ക്ലാസ് തിരിച്ചാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള ഫുഡുകൾ ആഹാരം കൊടുക്കുന്നത്. ആഹാരത്തിൽ പോലും വിവേചനം കാണിക്കുന്നുണ്ട്. അതിന്റെ അവർക്ക് ചിലപ്പോൾ സാമ്പത്തികവും കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാം. പ്രൊഡ്യൂസർമാരുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയാം. ഇവിടെ ഇപ്പോൾ ഈ ഇറങ്ങിയ ഒരു സിനിമയിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളായിട്ട് പോയ യുവാക്കളെ ഇവിടുത്തെ ആ സിനിമാ സെറ്റിലെ ബൗൺസേഴ്സ് എടുത്തിട്ട് ഇടിച്ചു. ഞാൻ കണ്ടു. കൊച്ചിയിൽ കൊച്ചിയിലായിരുന്നു ഷൂട്ടിങ്. നല്ല ഇടി കൊടുത്തു. തകർന്നു പോയി. അതെ, ഒരാളുടെ പാലം ഇടിച്ച് തകർത്ത് കളഞ്ഞു. ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ഇത് കിടക്കുന്നു. ഇവിടെ പുറത്തു വരാത്ത ഒരുപാട് കഥകളുണ്ട്. പണ്ട് ഈ പറയുന്ന പോലെ ചില സിനിമാ വാരികകളൊക്കെ ഈ സെറ്റുകളിൽ നടക്കുന്ന ചൂഷണത്തിൻ്റെ കഥകളൊക്കെ പുറത്തിങ്ങനെ വിടുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയും തൊടാതെ വിട്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഇത് ആരെക്കുറിച്ചാണ്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന നടി സിനിമയുടെ ഈ കാസ്റ്റിംഗ് സമയത്ത് തന്നെ ചൂഷണം ചെയ്യപ്പെട്ടു. അത് പിന്നെ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ, പിന്നെ സംവിധായകൻ, ബാക്കിയുള്ള അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടെ കൊണ്ടുവന്നവർ വരെ, ആ കുട്ടിയെ കൊണ്ടുവന്നവർ വരെ അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് സിനിമയിൽ നിന്ന് പുറത്തു വന്ന കഥ. അപ്പോൾ ആ കൊച്ചിയിൽ നിന്ന് പുറത്തു വന്ന ആ കഥ പിന്നീട് നിമിഷ നേരം കൊണ്ട് ആ കഥ മുക്കി. അത് പിന്നീട് കേസായില്ല, പരാതിയായില്ല. പരാതിയിലേക്ക് പോയ സാധനം പരാതി എത്തിക്കാതെ തിരിച്ചുപോയി. ഇതാണ് സിനിമ. മലയാള സിനിമ എന്ന് പറയുന്നത്, ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ഇപ്പോൾ സീനിയറായിട്ടുള്ള ചില സംവിധായകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതൊരു അഴുക്കുചാലാണെന്നാണ് പറഞ്ഞത്. ഈ അഴുക്കുചാലാണ് ഈ സിനിമ മേഖല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ സിനിമയൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്. പക്ഷേ ഇതൊരു അഴുക്കുചാലാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി അത് 1-2 ധനുഷ് വായിക്കാമെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് വളരെ ഇതായിട്ട് തോന്നുന്നു. രാത്രികാലങ്ങളിൽ വന്ന് മുറികളിൽ മുട്ടി വിളിക്കും, വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കും, സെറ്റിൽ ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യമില്ലാത്തതിനാൽ വെള്ളം പോലും കുടിക്കാതെ പിടിച്ചു നിൽക്കും, പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന് ഭീഷണി, സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ നൽകും, 17 തവണ വരെ ഇത്തരത്തിൽ റിപ്പീറ്റ് ഷോട്ടുകൾ എടുത്ത് ബുദ്ധിമുട്ടിച്ചു, ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു, മലയാള സിനിമയിൽ തമ്പ്രാൻ വാഴ്ച നടക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ശ്യാമ, ഇത് പല കാര്യങ്ങളും ഇവർ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഒരു എക്സാജറേഷൻ തോന്നുന്നു. ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല. ചില കാര്യങ്ങളിൽ എക്സാജറേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഈ സിനിമയിലേക്ക് ഒരു സ്ത്രീ ആയിരുന്നാലും ഒരു പുരുഷനായിരുന്നാലും ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ എക്സ്പീരിയൻസിന് വലിയ കുറവുണ്ട്. പണ്ട് ജഗതി പറഞ്ഞ
പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞ വലിയൊരു നടൻ അഭിനയിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പോലും ജഗതിക്ക് വീണ്ടും അത് റീടേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ പോലും ജഗതി പറയും സാരമില്ല, അയാൾ പഠിച്ചോട്ടെ എന്നാണ് പറയുന്നത്. അത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമാണ് റീടേക്ക് ഒക്കെ എടുക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറയട്ടെ, അത് ഡയറക്ടറുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് ഇത് രണ്ടാമത് ഷോട്ട് വേണോ ഷോട്ട് വേണ്ടേ എന്നുള്ള കാര്യം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നത് പലതും ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഇതിൽ സെറ്റിൽ മൂത്രം ഒഴിക്കാതെ പിടിച്ചു നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മുടെ മാധ്യമ രംഗത്തെ ഫീൽഡിലെ. ഇവിടെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ വാർത്താ വായനക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ബോധം കെട്ട് വീണിട്ടുണ്ടല്ലോ, യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട്. ഇപ്പോഴും വലിയ രീതിയിൽ വന്നിട്ടുണ്ടല്ലോ. ഈ ഷാബ് പറയുന്ന ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, ഇവർ ജനറലായിട്ട് പറയുന്ന ക്ലാസിഫിക്കേഷൻ എല്ലാ മേഖലയിലും ഉണ്ട് ഇല്ലേ? നമുക്കിടയിലില്ലേ ക്ലാസിഫിക്കേഷൻ? നമുക്കിടയിലുണ്ടല്ലോ. നമുക്കിടയിൽ കറുത്ത ആൾക്കാരെ അവഗണിക്കുന്ന എത്രയധികം മാധ്യമ പ്രവർത്തകരെ എനിക്ക് നേരിട്ടറിയാം. എന്നെ അവഗണിച്ചു എന്നുള്ള, എന്നെ അവഗണിച്ചാൽ എനിക്കത് പ്രശ്നമല്ല. മറിച്ച് സ്ത്രീകളായിട്ടുള്ള കറുത്ത ജോലിക്കാരെ, തൊലി കറുത്തു എന്ന് പറഞ്ഞ ആ ജോലിക്കാരെ അവഗണിക്കുന്ന എത്ര പേരുണ്ട്? അവരെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? മാനസികമായിട്ട്, ശാരീരികമായിട്ട്. ഒരു ഡെസ്കിലേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ ആ സ്ത്രീക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാതെ അവർ ചെയ്യുന്നതിനും തൊട്ടതിനും പിടിച്ചും എല്ലാം കുറ്റം കണ്ടെത്തി അവരെ പീഡിപ്പിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ബാത്റൂമിൽ പോയി കരയുന്ന സ്ത്രീകളുണ്ട്, ശമ്പളം കൊടുക്കാതിരിക്കുന്നുണ്ട്, പാഡ് വാങ്ങിക്കാൻ പൈസ പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട് ഇല്ലേ? അപ്പോൾ ഇതെല്ലാം ജനറലായിട്ട് എല്ലാ മേഖലയിലും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ഇത് നടക്കുന്നത് സംയുക്തമായിട്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ ഒരു നിയമമാണ് വേണ്ടതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. സംയുക്തമായിട്ട്, അതായത് സ്ത്രീകൾ തൊഴിലിടത്തിലേക്ക് വരുമ്പോൾ അവർക്ക് സംയുക്തമായി, ഇപ്പോൾ നമുക്ക് വേജ് ബോർഡുകൾ പല സ്ഥാപനങ്ങളിലും ഉണ്ടല്ലോ, വേജ് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ. അതോടെ സ്ത്രീകൾ, ഇപ്പോൾ നമുക്കറിയാം സ്ത്രീകൾ ഇപ്പോൾ ഇവിടെയുള്ള വലിയ വലിയ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്ക് ഇരിക്കാൻ കസേരയില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിൻ്റെ പേരിൽ? ആദ്യം ഒന്ന് ശ്യാമ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീകൾക്ക് ഇരിക്കാൻ കസേരയില്ല. അപ്പോൾ ആരും പറയുന്നില്ല. നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ സ്ത്രീകളെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ നിൽക്കുകയാണോ? അതെ, രാവിലെ 9:30 വന്നു കഴിഞ്ഞാൽ രാത്രി 8 മണി വരെ ഈ നിൽക്കലാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ്? ആ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഏതെങ്കിലും യൂണിയൻ ഉണ്ടോ? ഒരു യൂണിയനും ഇല്ല. ഒരു യൂണിയനും ഇല്ല. പോരാത്തത് ഞാൻ പിന്നെ എല്ലാ മേഖലയിലും യൂണിയൻ. അതെ, ഞാൻ ചോദിക്കും പിന്നെ നിങ്ങൾ എങ്ങനെ ഇരിക്കും? അത് ചേട്ടാ, മുട്ട് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഇവർക്ക് വരാൻ വേണ്ടി, അത് ക്ലാസിഫിക്കേഷനാണ്. ഇവർക്ക് ലിഫ്റ്റ് കയറാൻ പറ്റില്ല, എസ്കലേറ്റർ കയറാൻ പറ്റില്ല. അത് ക്ലാസിഫിക്കേഷൻ അല്ലേ? അത് ക്ലാസിഫിക്കേഷനാണ്. അവരെന്ത് ചെയ്യും? അവർക്ക് പുറകു വഴി ഇറങ്ങാനായിട്ട് പന്നിക്കൂട് പോലെ ഒരു ചെറിയൊരു സ്റ്റെയർ കേസ് കെട്ടിക്കൊടുത്തിരിക്കും. ആ സ്റ്റെയർ കേസിൽ ചെന്ന് കാലിൻ്റെ മുട്ട് തടവി അവിടെ നമ്മൾ കുറച്ച് നേരം ഇരിക്കും ചേട്ടാ, എങ്കിലും ഓടി വരും തിരിച്ച്. കസ്റ്റമേഴ്സ് വന്നാൽ എന്ത് ചെയ്യും? ഇത് ക്ലാസിഫിക്കേഷൻ അല്ലേ? അതെ, ഇത് ക്ലാസിഫിക്കേഷനാണ്. ഇവിടെ സിനിമാ സെറ്റിൽ നടക്കുന്ന സിനിമാ നടിമാർക്ക് കൊമ്പില്ല. എല്ലാ സ്ത്രീകളെയും പോലെ തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളാണ്. എല്ലാ മേഖലയിലും ഇതുപോലെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിനെ എല്ലാം ജനറലായിട്ട് അഡ്രസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരു നിയമം എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ നടക്കുന്നത് പിന്നെ ധനുഷേ, സിനിമാ മേഖലയിൽ നടക്കുന്നത് റേപ്പല്ല നടത്തുന്നത്. അവിടെ നടക്കുന്ന ലൈംഗിക ചൂഷണത്തെ റേപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ സമ്മതത്തോടു കൂടിയാണ് ഇവർ അവസരത്തിന് വേണ്ടി നിന്നു കൊടുക്കുകയാണ്. പക്ഷെ അത് ചൂഷണമാണ്. അവസരത്തിന് വേണ്ടി ഒരു മനുഷ്യ ശരീരത്തെ ഉപയോഗിക്കുന്നത് ചൂഷണമാണ്. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികത അല്ലത്. അതിനെ പറയുന്നതാണ് ചൂഷണം എന്ന് പറയുന്നത്. ഒരാൾക്കൊരു നേട്ടം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഒരിക്കൽ പോലും, ഇപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം കേട്ടില്ലേ, ചൂഷണത്തിന് ശ്രമിച്ച നായകനൊപ്പം പിന്നെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു നടി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് അത്രത്തോളം ട്രോമ ഉണ്ടായിട്ടും അവരാ രംഗത്തിൽ പോയി അഭിനയിക്കേണ്ടി വന്നു. ഇത് അവസരം എന്നതാണ് അവിടെ മുന്നിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം. ഈ അവസരമാണ് ഇപ്പോൾ എല്ലായിടത്തും. ഇപ്പൊ എന്തിനാ ഈ സിനിമാ മേഖലയിലോട്ട് കൊണ്ടുപോയി താഴെ വന്നിട്ട് വെബ് സീരീസ് വരെ ഉണ്ട്. വെബ് സീരീസിൽ വരെ കാശിക്കിന് വിളിച്ചിട്ട് ഈ പറയുന്ന പോലെ അടുപ്പം കാണിച്ച് പിന്നെ പതിയെ കൊണ്ട് ഈ പറയുന്ന പോലെ താല്പര്യത്തിന് അനുവദിച്ച് നൽകണം എന്നുള്ള ഇത് കൊടുക്കാറുണ്ട്. എന്തിനും വെബ് സീരീസ് എടുക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ കയറി നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ DM4 ഫോട്ടോഷൂട്ട് ഒന്നും കെട്ടിയിരിക്കുന്ന കണ്ടിട്ടില്ലേ? അതിൽ മാക്സിമം ആൾക്കാരുടെയും പ്രധാന പണി ഇത് തന്നെയാണ്. അതായത് സ്ത്രീകളെ ഫോട്ടോഷൂട്ടിനായിട്ട് വിളിക്കും, ഫോട്ടോ എടുത്തു വരും, പിന്നെ അവരെ അവരുടേതായിട്ടുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കുക എന്നുള്ളത് പണി എന്ന് പറയുന്നത്. അതെ, ഞാൻ ഒരു ചർച്ചയിൽ കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നു, ഇവിടെ ഒരു സംവിധായകൻ ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ റിലീസ് കണ്ട സിനിമയുടെ. അത് ശരി. ഇവിടെ ഒരു സംവിധായകൻ ഈ അടുത്തിടയ്ക്ക് ഒരു 2 കൊല്ലമായി കാണും, അദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കും. എന്തിനാണെന്നറിയാമോ? സഹസംവിധായികയെ റേപ്പ് ചെയ്തു. പടം റിലീസാകുന്നതിൻ്റെ പടം ഷൂട്ട് ചെയ്ത് അവസാനം പാക്കപ്പ് പറഞ്ഞതിൻ്റെ അന്ന് രാത്രിയിൽ കതക് ചവിട്ടി തുറന്ന് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് തള്ളിപ്പിടിച്ച് അകത്തേക്ക് കയറി അകത്ത് നിന്ന് ലോക്ക് ചെയ്ത് ആ കുട്ടിയെ നേരം വെളുക്കുന്നത് വരെ MDMA ഉപയോഗിച്ചിട്ട് റേപ്പ് ചെയ്തു. പിറ്റേന്ന് രാവിലെ അയാളൊരു CPM കാരൻ കൂടെ അല്ലേ?
അതെ അതുകൊണ്ടാണ് അയാൾക്ക് ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. മനസ്സിലായി, ഒരു പ്രശ്നവുമില്ല. കലാകാരന്റെ പുള്ളി ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോപ്കോണും കുറച്ചുകൊണ്ട് വായിക്കും. ഒരു കഥ വായിക്കും പോലെ തട്ടിയിട്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലായി. അതെ അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലായിരിക്കും അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഒരു നിലപാട് എടുക്കത്തില്ല. പിന്നെ ഈ പ്രഹസനം എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നെങ്കിൽ ആ റിപ്പോർട്ടിനെ മുക്കും മൂലയും അരിച്ചു പിറക്കി സംവിധായകരും നിർമ്മാതാക്കളും യുവ നടന്മാരും ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതെ, ഇരകളുടെ പേര് പുറത്തുവിടണ്ട, വേട്ടക്കാരന്റെ പേര് പുറത്തു വിട്ടേ പറ്റൂ. അതെ, പുറത്തുവിടണം. വേട്ടക്കാരന്റെ പേര് ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ റിപ്പോർട്ട് ഇങ്ങനെ പുറത്തുവിടുന്നത്, അതിലൊക്കെ ഇത്ര പേജുകൾ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സത്യം പറഞ്ഞാൽ ആ വേട്ടക്കാരന്മാർക്ക് ഒരു പ്രചോദനം കൂടെ, പ്രചോദനമാണ്. ഇങ്ങനെ ഇനിയും ഈ ചൂഷണം ഇതിലെ ഡബിൾ ഇരട്ടിയിൽ നടത്താം. അതെ അതെ, ഇനി ഏത് റിപ്പോർട്ട് 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് ഒരു ജസ്റ്റിസും ബാക്കിയുള്ള അംഗങ്ങളും 1.5 വർഷം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഇവിടുത്തെ സർക്കാർ ആർക്കോ അല്ലല്ലോ, റോഡ് നടക്കുന്ന ആർക്കോ അല്ലല്ലോ വിതരണം ചെയ്ത് പത്രത്തിൽ അച്ചുപിടിച്ച് കൊടുത്തേ ഒന്നും അല്ലല്ലോ. സർക്കാരിന് കൊടുത്ത സാധനം സർക്കാർ വെട്ടിയിട്ട് റിപ്പോർട്ടിന്റെ നല്ല ഭാഗങ്ങളെല്ലാം വെട്ടിയിട്ട് പുറത്തേക്ക് വിടുന്നു. ഇരയുടെ പേര് നിങ്ങൾ പറയണ്ട, നിങ്ങൾ വേട്ടക്കാരന്റെ പേര് പറഞ്ഞേ മതിയാവും. കാരണം ധനുഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടാൽ അവന് വീണ്ടും പ്രചോദനമാവും. ആരാണ് ഈ 4 സൂപ്പർ താരങ്ങൾ? പറയണം. ആരാണ് 3 യുവതാരങ്ങൾ? ആരാധകരൊക്കെ ഉണ്ടല്ലോ, നാട്ടുകാരറിയണമല്ലോ. അങ്ങനെ പുറത്തുവിടുമ്പോൾ എന്ത് ചെയ്യും? ഭയമുണ്ടാകും. ഇനി തൊടത്തില്ല. ഇനി പോയിട്ട് ആരുടെയും കഥകിന് പോയിട്ട് മുട്ടി വിളിച്ചിട്ട് തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കാൻ നോക്കുന്ന പരിപാടി അവന്റെ കാല് പിന്നെ പൊങ്ങത്തില്ല. കാരണം അവന്റെ കരിയർ അതോടുകൂടി ഇടിച്ച് താഴെ പോകും. അതാണ് സംഭവിക്കുന്നത്.